അനന്തരം ആകൽ കർസായാൽ പരീക്ഷിക്കപ്പെടുവാനായി യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവൻ അവിടെ 40 പകലും 40 രാവും ഉപവസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. പരീക്ഷകൻ അടുത്ത് ചെന്നവനോട്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു ഉത്തരമായി, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും കൂടിയാകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ആകൽ കർസാവിനെ വിശുദ്ധ പട്ടണത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക. എന്തെന്നാൽ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കുകയും അവർ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ തങ്ങളുടെ കൈകളിൽ നിന്നെ വഹിക്കുകയും ചെയ്യുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെയും ആകൽ കർത്താവ് വളരെ ഉയരമുള്ള പർവ്വതത്തിലേക്ക് അവനെ കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ വീണ് വന്ദിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം. അപ്പോൾ യേശു അവനോട്, സാത്താനേ, നീ പോക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ വന്ദിക്കണമെന്നും അവനെ മാത്രമേ സേവിക്കാവൂ എന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ആകൽ കർസ അവനെ വിട്ടുപോയി. മാലാഖമാർ അടുത്ത് വന്നവനെ പരിചരിക്കുകയും ചെയ്തു. ബറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.